സാർ, നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഒരു വ്യത്യസ്ത രീതിയിലോട്ടാണ് പോകുന്നത്. നമുക്കറിയാം, വർഗീയ പാർട്ടികളെയൊക്കെ കക്ഷി ചേർത്തുകൊണ്ട് ഇടതും വലതും ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ അതിൻ്റേതായ രീതിയിൽ കാണാതെ വേറൊരു പോർമുഖമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എനിക്ക് പൊതുവേ തോന്നിയ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് പുതിയ തോന്നിയ ഒരു സംശയമാണ്. LDFന് ഒരു BJP അനുകൂലം, BJPക്ക് ഒരു LDF അനുകൂലമാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ മുൻനിർത്തിക്കൊണ്ട് കാണുന്നത്. നമുക്കറിയാം, ഹിന്ദു സംഘടനകൾ LDFനെ അനുകൂലിക്കുന്നു. മാത്രമല്ല, പൊതുവേ BJP അത്ര പിണറായിയോട് അത്ര മതിപ്പില്ല. പൊതുവേ അവരുടെ മിക്ക പ്രസംഗങ്ങളിലായാലും മിക്ക സംസാരങ്ങളിലായാലും അത് നമുക്ക് പ്രകടമാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ട്, തൃശ്ശൂർ പൂരത്തിൽ പിണറായി വിജയൻ്റെ ഒരു വല്ലാത്ത സ്വാധീനം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളതിനെ പറ്റി കുറച്ച് പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. അത് ഒന്നാമത്തെ. രണ്ടാമത്തെ, ഈ ചില ഹിന്ദു സംഘടനകൾ LDFിലോട്ട് പോകുന്നു എന്നുള്ളത്. RSS വന്നാലും, നാളെ RSS വന്നാലും ഞങ്ങളോട് ചേർന്ന് നിൽക്കുക, ഞങ്ങളുടെ ആശയത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ കൂട്ടും എന്നുള്ള ME ഗോവിന്ദൻ്റെ നിലപാട്. അപ്പം ഇതിലെന്താണ് പുതിയ ഒരു തരത്തിലോട്ടാണല്ലോ പോകുന്നത്? ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുമ്പോൾ UDFൻ്റെ വന്നു, LDFൻ്റെ വന്നു. അപ്പോൾ ഈ BJP ആദ്യം പറഞ്ഞു അവിടെ മത്സരിക്കുന്നില്ല എന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, BJP അവിടെ 3-ാം സ്ഥാനത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. കാരണം അവരുടെ ഒരു ഏരിയ അല്ല, വോട്ട് വിഹിതം വർധന ഉണ്ടാകും. അപ്പോൾ അവിടെ പോയി വെറുതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പണം, എനർജി, അത് ഒരാളുടെ എനർജി അല്ലല്ലോ, ഒരു മാസമായിട്ടുള്ള ഒരു എനർജി മുഴുവൻ അവിടെ ചെലവഴിക്കുക. മറ്റ് 2 തെരഞ്ഞെടുപ്പ് കൂടി നമുക്ക് ഇങ്ങോട്ട് വരികയാണ്, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തനത്തിലേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ അത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ്. രാഷ്ട്രീയം വ്യത്യസ്തമാണ്. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് വേറെ ചില മാനവും വ്യാഖ്യാനവും കൊടുക്കാൻ ഇവിടെ പലരും ഉണ്ടായി. അത് ഉടൻ തന്നെ CPMനെ സഹായിക്കാൻ വേണ്ടി. നമ്മളിനി ഒരു പൂർവ്വചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ BJP ഒരു കാലത്ത്, അതായത് ആദ്യകാലങ്ങളിൽ ഈ വോട്ട് കച്ചവടം നടത്തിയ ഒരു കഥയുണ്ട്. ആ വോട്ട് കച്ചവടത്തിൻ്റെ പേരിൽ BJPക്ക് ഒരു ദുഷ്പേര് തന്നെ സമ്പാദിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈ ബേപ്പൂരിൽ കോലിബി സഖ്യം, അതൊക്കെ വേറെ. അപ്പോൾ അങ്ങനെ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്ന് BJP രാജ്യത്ത് തന്നെ ഒന്ന് മൊത്തം പച്ച പിടിച്ച് വരികയും പിന്നീട് 14-ൽ അതിനു മുമ്പ് വാജ്പേയിയുടെ ഭരണവും, അത് കഴിഞ്ഞ് 14 മുതലാണല്ലോ ഇതിൻ്റെ ഒരു പ്രതാപകാലത്തിലേക്ക് കയറി വരുന്നത്. അപ്പോഴത്തേക്കും ഒരു ക്ലീൻ ചിത്രത്തിലേക്കൊക്കെ വരാൻ തുടങ്ങി BJP. അപ്പോൾ വിഭാഗീയതയും കേരളത്തിൽ രൂക്ഷമാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് ആ പഴയ ഇതൊക്കെ അങ്ങ് മാറി, വോട്ട് കച്ചവടം എന്നുള്ള രീതി മാറിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ വിജയസാധ്യതയുള്ളിടങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഇരുന്നിട്ട് വേണമല്ലോ കാല് നീട്ടാൻ, അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പം പാർലമെൻറ്റ് മണ്ഡലത്തിലാണേലും 6A ക്ലാസ് മണ്ഡലം, ഇത്ര B ക്ലാസ് മണ്ഡലം, അങ്ങനെ ക്ലാസ് തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് പോയി. ഇവിടെ അവർക്ക് കഴിഞ്ഞ തവണ തന്നെ നിലമ്പൂരിൽ 8500 വോട്ടാണ് ലഭിച്ചത്. അതിപ്പോൾ കൂടിയാൽ ഒരു 15,000 വോട്ടിലേക്ക് വരെ പോകാം, അതിനപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എന്തിനാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു അഭിപ്രായമാണ് രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചത്. അതുപോലെ തന്നെ നിർത്തിയ സ്ഥാനാർത്ഥി ഇപ്പോൾ ക്രൈസ്തവ സഭയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ വോട്ട് വിഹിത വർധനവ് ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി പിണറായി വിജയന് പ്രശംസിക്കുന്നു. എന്താണ്, തൃശ്ശൂർ പൂരം നന്നായി നടത്തിയത്, വളരെ നന്ദി. ഈ തൃശ്ശൂർ പൂരത്തിന് ആരോടും നന്ദി പറയുന്ന പരസ്യമായിട്ടൊക്കെ വരാൻ തുടങ്ങി അടുത്ത കാലത്താണ്. തൃശ്ശൂർ പൂരം പണ്ടേ തന്നെ വളരെ കൃത്യമായിട്ട് പൊക്കൊണ്ടിരുന്നതാണ്. ഇതിനകത്ത് പല ഘടകങ്ങൾ അതിനകത്തുണ്ടെന്നുള്ളതാണ്. ചെറുപൂരങ്ങൾ പോലെ പല പൂരങ്ങൾ ഒത്തുചേർന്നാണ് ഈ വലിയ പൂരം ഉണ്ടാകുന്നത്. അതൊക്കെ നല്ല കൃത്യമായിട്ട് പൊക്കൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് ആരും പണ്ട് കാലങ്ങളിൽ ഈ ഇടങ്കോലിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. വെടിക്കെട്ടും കഴിഞ്ഞ് പകൽപൂരവും കഴിഞ്ഞ് ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ കൃത്യമായി കാര്യങ്ങൾ അങ്ങ് പോകും. അതൊരു ഷെഡ്യൂളാണ്, അതനുസരിച്ച് അങ്ങ് കാര്യങ്ങൾ പോവുകയാണ്. പതിവില്ലാത്ത രീതിയിൽ സുരേഷ് ഗോപി അതും
പൂരം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തൃശ്ശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ഒരു നന്ദി പ്രകടനമല്ല നടത്തിയത്, നിലമ്പൂരിൽ വന്നിട്ട് നന്ദി പ്രകടനം നടത്തിയിരിക്കുന്നു. എത്ര ദിവസം കഴിഞ്ഞ്? കള്ളം കയറിയതിൻ്റെ 7-ാം പക്കമാണോ പട്ടി കുറയ്ക്കുന്നത് എന്ന് പറഞ്ഞതുപോലായി. എത്രയോ ദിവസം, 1 മാസം പിന്നിട്ടപ്പോൾ നിലമ്പൂരിൽ വന്ന് നന്ദി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണ പൂരം കലക്കിയതിന് ചിലപ്പോൾ വേറെ നന്ദി പറഞ്ഞിട്ടുണ്ടാകാം. അപ്പം ഇതെല്ലാം ജനങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? കൂട്ടിച്ചേർത്ത് വായിക്കും. നിലമ്പൂരിൽ ചെന്ന് എന്താ നന്ദി പറഞ്ഞതിൻ്റെ എന്തടിസ്ഥാനമാണ്? അതുപോലെ അതിനു മുമ്പ് തന്നെ സുരേഷ് ഗോപി പിണറായി വിജയനെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലായിട്ട്. പിന്നെ അതുപോലെ തരൂരിൻ്റെ പ്രശംസ അത് വേറൊരു വഴി കൂടെ പോകുന്നുണ്ട്, അത് നമുക്ക് ഇങ്ങോട്ട് കലർത്തണ്ട. അപ്പം ഇത്തരത്തിലുള്ള പ്രശംസ കാര്യങ്ങൾ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഹിന്ദു സംഘടന കുറേ സ്വാമിമാരുണ്ടല്ലോ, തോക്കും വടിവാളും ഒക്കെ ഉള്ള സ്വാമിമാർ. ഒരു സ്വാമിയുടെ പേരിനോടൊപ്പമാണ് തോക്കെന്ന് ചേർക്കുന്നത് അല്ലേ. സ്വാമിമാർ നിരായുധരും സമാധാനകാംക്ഷികളും ജീവിതത്തിലെ സർവസംഘ പരിത്യാഗിയായിട്ടുള്ളവരുമാണ് സ്വാമിമാർ. ഇതിപ്പോൾ തോക്ക് സ്വാമി എന്നുള്ളതാണ്. അപ്പോൾ സ്വാമിമാരുടെ അവരുടെ നേതൃത്വത്തിൽ ഹിന്ദു സംഘടന പിന്നെ ഇവർക്ക് പിന്തുണ കൊടുക്കുന്നു, സ്വരാജിന് പിന്തുണ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഒരു BJP നേതാവ് അവിടെ നിലമ്പൂരിൽ പറയുകയുണ്ടായി, സ്വരാജ് വിജയിക്കും എന്ന്. മാത്രമല്ല സുരേഷ് ഗോപി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, കേരയിൽ വരും. കേരയിൽ എന്ന് പറഞ്ഞ പേര് പോലും ഇനി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരുന്ന ഒരു പാർട്ടിയായിരുന്നു. കേരയിൽ വരില്ല, വരാൻ പാടില്ല. അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും കേരയിൽ വരും. അത് പിന്നെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് മെട്രോമാൻ്റെ ശ്രീധരൻ്റെ അതും കൂടെ ചേർത്തുള്ള ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് കേരയിൽ വരുന്നത്. ഇതിനകത്ത് നമ്മളിപ്പോൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയ നാൾ മുതൽ BJP ഉയർത്തുന്ന മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം. പക്ഷേ അവിടെ നമുക്ക് വലിയൊരു പ്രശ്നമാണ് വരുന്നത്. നമ്മൾ കോൺഗ്രസിൻ്റെ ഭിന്നതകളൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും, പ്രത്യേകിച്ച് സാർ കുറച്ചുകൂടി അധികം നമ്മൾ പറയാറുണ്ട്. പക്ഷേ എങ്കിലും ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ഒരു ജനാധിപത്യ രാജ്യത്തിൽ പാർട്ടികൾ ഉണ്ടാവണം, എതിർ പാർട്ടികൾ ഉണ്ടായിരിക്കണം അല്ലേ, പ്രതിപക്ഷം ഉണ്ടായിരിക്കണം. പ്രതിപക്ഷമില്ലാത്ത എന്ത് ജനാധിപത്യമാണുള്ളത്? അങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ടൊരു പാർട്ടിയിലേക്ക് ഇന്ത്യ പോകുമ്പോൾ അത് വലിയൊരു വിപത്തിലേക്കാണ് പോകുന്നത് അല്ലേ. ഒരു ഏകാധിപത്യ ഭരണമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ കുറച്ച് കണ്ടത്. ഒരു പ്രതിപക്ഷം ഒരു നേരിയ രീതിയിൽ ചലനം ഉള്ളത് കൊണ്ട് വലിയ രീതിയിൽ പോയില്ല. പക്ഷേ ഏകാധിപത്യത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥ പല രാജ്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ കോൺഗ്രസ്സുകാർ തന്നെയാണ്, അവർ ഉണരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരെ ആരുമായിട്ടും കൂട്ടുപിടിക്കും. ഇപ്പോൾ കേരളത്തിലെ കാര്യത്തിലേക്ക് നമുക്ക് വരികയാണ്. അതിനു മുമ്പ് ബംഗാളും ത്രിപുരയിലും BJP, ബംഗാളിൽ അവിടെ ഇപ്പോൾ മത്സരം എന്ന് പറയുന്നത് തൃണമൂൽ BJP ആണ്, ത്രിപുരയിൽ BJP അധികാരത്തിലുമാണ്. ഒന്ന് ഓർക്കണം, ബംഗാളിലും ത്രിപുരയിലും കാലങ്ങളോളം CPM കൊടികുത്തി വാണ 2 സംസ്ഥാനങ്ങളാണ്. ബംഗാൾ, ത്രിപുര, കേരളം, ഇത് 3ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രം. ഇവിടെ കേരളത്തിലാണ് ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറിയ തുരുത്ത്. ഈ കാലക്രമേണ കോൺഗ്രസിനെ അങ്ങ് ഇല്ലാതാക്കുക, എന്നിട്ട് അതിന് അല്പ സഹായം CPMന് കൊടുത്താലും തെറ്റില്ല. എന്നിട്ട് അവിടെ സാർ പറയുന്ന പോയിന്റിലാണ് എനിക്ക് സംശയം വന്നത്. കാരണം CPM എന്ന് പറഞ്ഞ പാർട്ടി ഭയങ്കരമായിട്ട് ശോഷിച്ചുകൊണ്ടിരിക്കുക, ദേശീയ നേതൃത്വം ഒന്നുമില്ല. അപ്പം കേരളത്തിലാണ് ഉള്ളത്, പിന്നെ ഉള്ള ബംഗാൾ, ത്രിപുര പോയി. അവിടെ കോൺഗ്രസ് BJP ഒരു ഇതാണ് നിൽക്കുന്നത്, രണ്ട് പാർട്ടിയായിട്ടാണ് നിൽക്കുന്നത്. CPMൻ്റെ അവിടുത്തെ സ്ഥാനം പോയി. അങ്ങനെയെങ്കിൽ അവിടെ കോൺഗ്രസിനെ അടിച്ചിട്ടുകൊണ്ട് CPMൻ്റെ ഒരു പുതിയ എൻട്രിക്കാണോ BJPയുടെ ഒരു സഹായം? അതായത് കേരളം കൊടുക്കുവാണെങ്കിൽ ബംഗാൾ, ത്രിപുര എന്നുള്ള ഒരു നിലയിലേക്ക് പോകും? ഇല്ലില്ല, അങ്ങനെ വരത്തില്ല. ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാം, ആ ഒരു തരത്തിലേക്കൊന്നും പോകത്തില്ല. അവിടെ നിന്ന് CPMനെ ഇല്ലാതാക്കും, CPMനെ വീഴ്ത്താൻ തന്നെയാണ്. ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, താൻ ഇരിക്കുന്ന കാലം അത്രയും തനിക്കിങ്ങനെ അങ്ങ് പോകണം. അതിനുവേണ്ടി എന്തും ചെയ്യും. സ്വന്തം കൂട്ടിൽ കാഷ്ടിച്ചിട്ട് ആ വിസർജ്യത്തിന് മേൽ ജീവിക്കുന്ന പക്ഷി ഉണ്ട്. ആ പക്ഷിയുടെ സ്വഭാവമാണ് പിണറായി വിജയൻ. അത് ശരിയാണ്. ഇപ്പം പിണറായി വിജയൻ മാസപ്പടി കേസ്, ലാവ്ലിൻ കേസ് അറിയാം, ED ഏത് നിമിഷം വരും. കേന്ദ്രത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ, സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴേ
ഇപ്പോൾ വീണയൊക്കെ അകത്ത് കിടന്നേനല്ലേ. കാരണം നമ്മൾ ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ ഈ കേസിൽ പെട്ടെങ്കിൽ എപ്പോഴേ ജയിലിൽ പോയേനെ. ആ സമയമൊക്കെ കഴിഞ്ഞു. അതിങ്ങനെ കൂട്ടി നീട്ടി വെക്കുന്നതിൻ്റെ ഇത് ഒരു പക്ഷേ കേന്ദ്രവും പിണറായിയും തമ്മിലുള്ള എന്തെങ്കിലും അജണ്ടകളായിരിക്കും. ഈ പിന്നെ ഇവർക്കറിയാം, BJPക്ക് അറിയാം 2026 അധികാരത്തിൽ വരില്ല. അതിന് മുമ്പായിട്ട് കുറച്ച് സീറ്റ് പിടിക്കുക. 2031 അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകളും അന്തർനാടകങ്ങളും ഒക്കെ കളിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെ കോൺഗ്രസിനെ ഇല്ലാതാക്കി ക്രമേണ ഇവിടെ BJP സ്പേസ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയും പിന്നീട് CPMനെ തകർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്നുള്ളതാണ്. പിന്നെ അവർ ലാൽ സലാമൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുക.